അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കഥ എഴുത്തുകാരൻ മാത്രമാണ്. ഒരു പണ്ഡിതനല്ല, ഒരു കഥ എഴുത്തുകാരൻ, നോവലിസ്റ്റ് എന്നാണ്. എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ PR നാഥൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നോവലിസ്റ്റ് എന്നാണ് എല്ലാവരും എഴുതാറ്. കഥ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും പൊതുവെ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് സിനിമാരംഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ല. അതേസമയം സിനിമയുടെ പല വേദികളിലും പെഫ്ക തുടങ്ങിയുള്ള സംഘടനകൾ വരെ എന്നെ വിളിച്ച് അംഗീകരിക്കാനുള്ള കാരണം ഭരതൻ്റെ ചാട്ട, കേളി തുടങ്ങിയ സിനിമകൾ, പ്രേംനസീറിൻ്റെ അവസാനത്തെ സിനിമ ധ്വനി, കമലിൻ്റെ ശുഭയാത്ര, പൂക്കാലം വരവായി, ഇതൊക്കെ എഴുതിയ ആൾ എന്നുള്ള നിലയ്ക്ക് ആണ്. അതുകൊണ്ട് ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ ഏറ്റവും പുതിയ കലാകാരന്മാരെ വരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന റഹീം പൂവാട്ടുപറമ്പ് പല ചടങ്ങിനും എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് വരെ ഒരു ചടങ്ങിന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഉണ്ടായിരുന്നു, VM വിനു ഒക്കെ ഉണ്ടായിരുന്നു. ഏതാ ചടങ്ങെന്നുള്ള സത്യത്തിൽ മറന്നു. അതിന് ശേഷം കുറേ എണ്ണത്തിലൊക്കെ പങ്കെടുത്തുണ്ട്. ഇപ്പോൾ വിനു വിളിച്ച് രാവിലെ പറഞ്ഞു, റഹീം പൂവാട്ടുപറമ്പ് നമ്മളെ വിട്ടുപോയി. അത് വളരെ കനത്ത ഒരു ഷോക്ക് തന്നെയാണ്. സജീവമായിട്ട് ഏത് സമയത്തും ഫോൺ വരുമെന്ന് വിചാരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന വിവരം കിട്ടുകയാണ്. അപ്പോൾ വിനുവുമായിട്ട് പങ്കെടുത്തപ്പോൾ, വിനു അയൽവാസിയാണ്, ധാരാളം സിനിമകൾ സംവിധായകൻ വിനു എടുത്തിട്ടുണ്ട്. ബാലേട്ടൻ എന്നുള്ളതാണ് കൂട്ടത്തിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള മോഹൻലാൽ സിനിമ. മമ്മൂട്ടിയുടെ സിനിമയുണ്ട്, വേഷങ്ങൾ, അങ്ങനെ കൺമഷി, കുറേ പടങ്ങൾ വിനു എടുത്തിട്ടുണ്ട്. സമീപകാലത്ത് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം സിനിമാ കഥകളെക്കുറിച്ച് ആണ്. സിനിമയ്ക്ക് ഒരു കഥ ആവശ്യമാണ്. കഥ എന്ന് പറയാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നാലും അപ്പോഴും വേണം അതിനൊരു കഥ. അയാൾ കഥ ഇല്ലാതെ ഓരോന്നും ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പറയുന്നതിൽ കഥയുണ്ടാവണമെന്നാണ്. കഥ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം കാര്യം എന്നാണ്. ഒരു കഥയില്ലാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ കഥ എന്ന് പറഞ്ഞാൽ കാര്യം എന്നാണ്. അതിൽ നിന്നാണ് സബ്ജക്റ്റ് എന്നത് ഉണ്ടായത്. സബ്ജക്റ്റ് എന്താണ് എന്നാണ് ചോദിക്കുക. സമീപകാലത്ത് സിനിമയിൽ ചില മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളെക്കുറിച്ച് ആദ്യകാലത്ത് മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളും കഥകളൊക്കെ സിനിമയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. KS സേതുമാധവൻ, വിൻസെൻ്റ്, PN മേനോൻ, ഇവരൊക്കെയായിട്ട് നല്ല അടുത്ത കണക്ഷനായതുകൊണ്ട് അവരൊക്കെ കോഴിക്കോട് വന്നാൽ കാണാറുണ്ട്, എന്നെ വിളിക്കും, ആരാധനയിലുണ്ട്, എത്ര നമ്പർ മുറിയിൽ അങ്ങോട്ട് വരണമെന്ന് വിളിക്കും. കുറേ അനുഭവങ്ങൾ പറയാൻ ഉണ്ട് സേതുമാധവനെക്കുറിച്ചും ഒക്കെ. അന്ന് കഥയുള്ള കഥകളാണ് സിനിമയായി വന്നിരുന്നത്. അരനാഴിക നേരം, പാറപ്പുറം ഞാനായിട്ട് വലിയ അടുപ്പാണ്. അതിൻ്റെയൊക്കെ ഡിസ്കഷനിൽ കൂടെ ഇരിക്കും. K. സുരേന്ദ്രൻ്റെ എല്ലാ സിനിമയുടെ കാര്യത്തിലും, കാട്ടുകുരങ്ങ്, മായ തുടങ്ങി ഭിക്ഷാന്തേഹി വരെയും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ആവശ്യം
കഥയാണ് എന്ന വിശ്വാസമാണ് അന്നുണ്ടായിരുന്നത്. ഇത് രാമു കാര്യാട്ടും പറയുമായിരുന്നു. രാമു കാര്യാട്ടിന് വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കരിമരുന്ന് എന്നുള്ള നോവൽ വായിച്ച് രാമു കാര്യാട്ടും ശോഭന പരമേശ്വരനാരും കൂടിയിട്ട് എന്നെ വിളിച്ചു വരുത്തി. അഡ്വാൻസ് തന്നു. എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ അന്ന് രാമു കാര്യാട്ടായിട്ട് ഉണ്ടാക്കി. അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി തുടങ്ങുമ്പോൾ അക്കാലത്ത് ഇതേമാതിരി മൊബൈൽ ഫോണൊന്നുമില്ല. പത്രം കഴിഞ്ഞാൽ പിന്നെ ആകാശവാണിയുടെ വാർത്തയാണ്. അപ്പം എതിർച്ച ഉച്ചയ്ക്ക് ന്യൂസ് വെച്ചപ്പോൾ രാമു കാര്യാട്ട് ഹൃദയസ്തംഭനം മൂലം നിര്യാതനായി എന്നാണ് ന്യൂസ് കേട്ടത്. പറയാൻ കാരണം രാമു കാര്യാട്ടും ശോഭന പരമേശ്വരനാരും ആ കാലഘട്ടത്തിൽ മലയാളത്തിലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പുസ്തകങ്ങളും നോവലുകളുമാണ് സിനിമയാക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. നല്ല ചെറുകഥ സിനിമയാക്കലാണ് എളുപ്പമെന്ന് പല തിരക്കഥാകൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. കാരണം നോവൽ ചുരുക്കണം. ആ ചുരുക്കുന്നതിനേക്കാൾ സൗകര്യം ചെറുകഥ വലിച്ചു നീട്ടാനാണ്. അതുകൊണ്ട് ചെറുകഥ സിനിമയായിക്കൊണ്ടിരുന്ന കാലമാണ്. രാമു കാര്യാട്ട് നമ്മളെ വിട്ടുപോയി. പിന്നീട് ശോഭന പരമേശ്വരൻ എന്നെ കാണുന്നത് വിൻസെൻ്റ് മാഷെ കൂട്ടിയിട്ടാണ്. വിൻസെൻ്റ് നല്ല നല്ല പടങ്ങളൊക്കെ എടുത്താണ്. എൻ്റെ ഒരു നോവലുണ്ട് പശ്ചിമഘട്ടം എന്ന പേരിൽ, അത് പുതിയ എഡിഷൻ ഇറക്കിയിട്ടുണ്ട്. ഹരിതമാണോ ടൂറിം വിശാലോ അവരാണ് ഇറക്കിയിരിക്കുന്നത്. അത് നമുക്ക് സിനിമയാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാഥമിക ചർച്ചയൊക്കെ നടന്നു. പക്ഷേ അന്ന് സബ്ജക്റ്റിലേക്ക് മാത്രം പോവുകയും പിന്നീട് ഓരോരോ സാഹചര്യം വരുമ്പോൾ ഇത് പലതും തെന്നിമാറി പോയി. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം 240 സിനിമകൾ പുറത്തിറങ്ങിയെന്ന് പറയുന്നു. ഒരു കാലത്ത് ഞാൻ ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളും കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുടുംബസമേതം, നല്ലത് മോശമല്ല, മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാം കാണും. അന്ന് പരമാവധി ഒരു 50-60 സിനിമയാണ് കൊല്ലത്തിലുണ്ടാവുക. 60 കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ വെച്ചാൽ 60 ആൾക്കാർ മാസം 5 സിനിമ. 5 സിനിമ കണ്ടാൽ 60 കണ്ട് തീർക്കാൻ കഴിയുമായിരുന്നു. പിന്നീട് സിനിമകളുടെ എണ്ണം വർദ്ധിച്ചു. 240 സിനിമയാണ് ഇപ്പോൾ ഒരു കൊല്ലം പുറത്തിറങ്ങുന്നത്. ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിച്ചിരുന്ന കോഴിക്കോട്ടെ അപ്സര തിയേറ്റർ പൊളിക്കുമെന്ന് വിചാരിച്ചതല്ല. അപ്സര തിയേറ്ററിനെ പോലെ ആൾ കൊള്ളുന്ന അപ്സര തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ മദ്രാസിൽ ഒരു ഫ്ലോറിൽ വന്നപ്പോൾ പൂച്ച സന്യാസി എന്നുള്ള സിനിമയുടെ സെറ്റിൽ ഞാൻ ഇരിക്കുകയാണ്. അന്നത്തെ നടൻ രാജകുമാർ ഉണ്ട്, ഹരിഹരൻ ഡയറക്ടറാണ്. അപ്പോൾ ഏറ്റവും അധികം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന തിയേറ്ററിൻ്റെ ഉടമസ്ഥനാണ് വന്നിരിക്കുന്നത്. അപ്സരയിലെ പടത്തിനൊക്കെ നല്ല ഷെയർ വന്നിരുന്ന കാലമാണ്. അപ്സര തിയേറ്റർ പൊളിച്ചു. കോഴിക്കോട്ടെ ബ്ലൂ ഡയമണ്ട് നല്ല തിയേറ്ററായിരുന്നു. ശബ്ദത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ തിയേറ്റർ പൊളിച്ചു. പുഷ്പ തിയേറ്റർ പൊളിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പ് തന്നെയാണ് സംഘം തിയേറ്റർ. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഞാൻ താമസിക്കുന്നത് മാങ്കാവിലാണ്. മാങ്കാവിൽ ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു, അശോക. ആ തിയേറ്റർ പൊളിച്ചു മാറ്റി. ഇങ്ങനെ തിയേറ്റർ പൊളിച്ചു മാറ്റിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പല മാളുകളിലും പ്രദർശനമുണ്ട്. അതിലേക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തവർ മാത്രമാണ്
അതിലേക്ക് വരിക. പൊതുവേ കുടുംബ പ്രേക്ഷകർ, കുടുംബം ഒന്നടങ്കം തച്ചോളി അമ്പു സിനിമ കാണാൻ പോയിരുന്ന പോലെ അങ്ങനെ തിയേറ്ററിലേക്ക് പോകുന്നില്ല. ആ 240 ഞാൻ കണ്ടത് ടി വിയിൽ വന്ന OTT പ്ലാറ്റ്ഫോമിൽ വന്ന സിനിമകൾ മാത്രമാണ് കണ്ടത്. ഏറ്റവും പുതിയത് വരപ്പോൾ വരുന്നുണ്ട്. മമ്മൂട്ടി അഭിനയിച്ച കാതൽ എന്നുള്ള സിനിമ അതിപ്പോൾ വന്നിരുന്നു. നേര്, എല്ലാ പടങ്ങളും ഇപ്പോൾ അതിൽ വരുന്നുണ്ട്. തിയേറ്റർ ഇല്ലാനുള്ള കുറവല്ല, ഉടനെ പെട്ടെന്ന് OTTയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു ചേഞ്ച് സിനിമാ ലോകത്ത് ഇപ്പോൾ സംഭവിച്ചത്, അന്നത്തെ കാലത്ത് വിൻസെൻ്റ് മാഷും പരമേശ്വരനൊക്കെ മലയാളത്തിൽ ഇറങ്ങിയ നോവലും കഥകളൊക്കെ വായിച്ച് അതിൽ സിനിമയാക്കാൻ പറ്റുന്നത്. വിൻസെൻ്റ് മാഷ് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളൊരു നോവൽ എഴുതിയാൽ മതി, സിനിമയാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. സിനിമ എന്താണെന്ന് ആലോചിച്ച് നോവൽ എഴുതണ്ടെന്ന്, സിനിമ എന്താണെന്ന് ആലോചിച്ച് നോവൽ എഴുതണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 240 സിനിമ ഇറങ്ങിയ 240ലേക്ക് വേണ്ടുന്ന അത്ര ആർട്ടിസ്റ്റുമാർ നമുക്കുണ്ട് എന്നുള്ളൊരു സംശയമില്ല. നായകന്മാരുടെ കാര്യം എടുക്കുമ്പോൾ ഒരു 30 നായകന്മാരെങ്കിലും ഇപ്പോൾ ഉണ്ട്. അവരെ വെച്ചിട്ട് പലരും സിനിമ എടുക്കുന്നുണ്ട്, പലരും നായകനായിട്ട് അഭിനയിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പം കരമനയുടെ മകൻ സുധീർ കരമന, അദ്ദേഹം കണ്ടപ്പോൾ പറഞ്ഞു നായകനായിട്ട് അഭിനയിക്കുന്നു, അദ്ദേഹം നായകനായിട്ടൊരു സിനിമ വന്നു. നായകനായിട്ട് തന്നെ 30 എന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. എല്ലാവർക്കും പ്രതിഫലം, നല്ല പ്രതിഫലം കൊടുക്കുന്നുണ്ട്. 1 കോടി കുറഞ്ഞ് പ്രതിഫലക്കാർ കുറവാണ് എന്നുള്ളതാണ് സത്യം. അത്ര തന്നെ സംവിധായകരുമുണ്ട്. സംവിധായകരുടെ കാര്യത്തിൽ യാതൊരു പഞ്ഞവും ഇല്ല. പ്രത്യേകിച്ചും മാക്ടഡി പെഫ്കയുടെയൊക്കെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് പണ്ടത്തെ സംവിധായകർ ഇന്നത്തെ സംവിധായകരൊക്കെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാറുണ്ട്. സിനിമയ്ക്ക് വേണ്ടുന്ന 240 അല്ല, 2400 സിനിമ ഒരു കൊല്ലം ഇറങ്ങിയിരുന്നാലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആർട്ടിസ്റ്റുമാരുണ്ട്, ക്യാമറാമാൻമാരുണ്ട്, മേക്കപ്പ് മാൻമാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒരൊറ്റ ചോദ്യമാണ്, ഈ ചെറിയ കേരളത്തിൽ 240 സിനിമയ്ക്ക് 240 സബ്ജക്റ്റ് വേണം. ഒരു കൊല്ലത്തിൽ 240 സബ്ജക്റ്റ് മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഏതൊക്കെ വിഷയമായിക്കോട്ടെ, വിഷയം ഏതോ ആവട്ടെ, 240 സബ്ജക്റ്റ്, അതും ചലച്ചിത്രമാക്കാൻ പറ്റുന്നത്. പല സബ്ജക്റ്റുകളും അത്യന്താധുനികം എന്നൊക്കെ പറഞ്ഞ്, ആധുനികം എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കമോ അവസാനമോ ക്ലൈമാക്സ് ഒന്നും ഇല്ലാത്തതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 240 വിഷയം, നേര് പറഞ്ഞാൽ 240 വിഷയം ഉണ്ടാകുന്നില്ല. മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക പുസ്തകങ്ങളും പ്രസാധകർ അയച്ചു തരുന്നുണ്ട്, എഴുത്തുകാർ എനിക്ക് അയച്ചു തരാറുണ്ട്. അത് മുഴുവൻ ഞാനൊരു തലയ്ക്കുന്ന അടുക്കടുക്കാക്കി വെച്ചിട്ട് ഒരു തലയ്ക്കുന്ന ഇങ്ങനെ വായിച്ചു തീർക്കലാണ് എൻ്റെ പണി. ആഴ്ചപ്പതിപ്പുകൾ, ഒട്ടുമിക്ക ആഴ്ചപ്പതിപ്പുകളും വരുന്നുണ്ട്. ഇത് മുഴുവൻ വായിച്ചാൽ 240 വിഷയമുണ്ടോ? വിഷയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണല്ലോ. പലതിൻ്റെയും കഥകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈയിടെ ഒരു മത്സരത്തിന് ചെറുകഥ അവാർഡിൻ്റെ ജഡ്ജ് എന്ന നിലയ്ക്ക്
എനിക്ക് കുറേ പുസ്തകങ്ങൾ വന്നു. അപ്പോൾ കൊറിയർ വഴിയാണ് വന്നത്. ഒരു ബണ്ടിൽ അവർ പറഞ്ഞു ഇത്രയും വലിയ ബണ്ടിൽ എങ്ങനെയാണ് കൊണ്ടുവരാം. അപ്പം വീടിൻ്റെ അടുത്താണ് കൊറിയർ. ഞാൻ അബദ്ധത്തിലൊരു വരി പറഞ്ഞു, ഞാൻ അവിടുന്ന് വാങ്ങിക്കോളാം, അതിലേതായാലും വരികയാണല്ലോ. എൻ്റെ മനസ്സിലൊരു 10 പുസ്തകമായിരിക്കും. വളരെ വലിയ ബണ്ടിൽ. അത് ഓട്ടോറിക്ഷയിൽ എടുത്ത് വെച്ചിട്ട് കൊണ്ടുവരേണ്ടി വന്നു. ഞാൻ വാക്ക് കൊടുത്തല്ലോ, ഞാൻ കൊണ്ടുവരാമെന്ന്. അത്രയേറെ പുസ്തകങ്ങൾ. അപ്പോൾ ആകെ ചെറുകഥ എത്ര ഉണ്ടാവും? അവാർഡ് നിശ്ചയിക്കണമെങ്കിൽ ഇത് വായിക്കണമെങ്കിൽ എത്ര കാലം വേണം? ഒരു കൊല്ലം കൊണ്ട് വായിച്ച് തീരുമോ? അത് വായിച്ച് അവാർഡ് നിശ്ചയിക്കുമ്പോൾ ഏതോ ഒരെണ്ണത്തിന് അവാർഡ് കൊടുത്തു. ഇന്നേനാണ് കൊടുക്കണമെന്നോ അവർ വിളിച്ച് പറഞ്ഞു. ആ ഒരു ചടങ്ങുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നോക്കുമ്പോൾ കോഴിക്കോട് നിന്ന് കുറേ അകലെയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഞാൻ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ ചടങ്ങ് പങ്കെടുത്തില്ല. ഏത് കഥയ്ക്ക് അവാർഡ് കൊടുത്തതെന്ന് ഇപ്പോഴും ഓർമ്മയില്ല. ഇത്രയേറെ പുസ്തകങ്ങൾ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞാലോ? പുസ്തകങ്ങളൊക്കെ അപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. അതൊരു വായനശാലയ്ക്ക് ഒന്ന് കൊടുത്ത് കിട്ടിയാലാണ് എഴുത്തുമുറിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ, ഒന്ന് ആശ്വാസമാണെങ്കിൽ. എന്താ ഓർമ്മയിൽ നിൽക്കാത്തത്? ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റും അതിലില്ല. നല്ല കവിത ഉണ്ടാകുന്നത് നൂറ്റാണ്ടുകൾ കൂടുമ്പോഴാണ്. നല്ല കഥകളും ഉണ്ടാകുന്നത് എത്രയോ കാലം കൂടുമ്പോൾ ഒരു എഴുത്തുകാരനും ഒരു നല്ല കഥ എഴുതും. മലയാള ചെറുകഥാ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നല്ല കഥകൾ എന്ന് എഴുതുന്ന ആളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ അവരെ വിളിക്കും. ഞാൻ ലേഖനം എഴുതാൻ പോവുകയാണ്, അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ന കൊല്ലത്തെ കൃതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏതാ ഉള്ളത്? അപ്പോൾ ആൾ പറയും ഇന്ന ഓണപ്പതിപ്പിൽ അല്ലെങ്കിൽ ഇന്ന ഇതിൽ. ആ പ്രസിദ്ധീകരണം തന്നെ ആരും കേട്ടിട്ടുണ്ടാവില്ല. അതിൽ ഞാൻ ഇന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ നല്ല കഥ അതാ ആയിട്ട് മാറും. ഇത് വിട്ട് ഒരു പുതിയ സബ്ജക്റ്റ് അത് എളുപ്പമുള്ള കാര്യം അല്ല. സബ്ജക്റ്റിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകങ്ങൾ ജാതി എന്ന നോവല് വളരെ വർഷം വേണ്ടി വന്നു എടുക്കാൻ. ജാതി ഇല്ല എന്ന് കൊണ്ട് ജീവിച്ചവർക്ക് ജാതി ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷനാണ്. ജാതി എന്നുകൊണ്ടൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ ജീവിച്ചു. അവരുടെ ജാതി എന്താണെന്ന് അവർക്കറിയണം. മക്കൾക്ക് അച്ഛനും അമ്മയും ജാതി പറഞ്ഞു കൊടുത്തിട്ടില്ല, അവർ ജാതി ഇല്ലാതെ ജീവിച്ചവരാണ്. ഈ കൺഫ്യൂഷനായിരുന്നു അതിൻ്റെ ഒരു വിഷയം. 5 കൊല്ലം വേണ്ടി വന്നു. പിന്നീട് 5 കൊല്ലത്തെ റിസർച്ചാണ് ചാത്തൻ തുരുത്ത് എന്നൊരു നോവൽ ഞാൻ എഴുതി. അത് കമ്പോസിങ് നടക്കുകയാണ്. ഹരിതം ബുക്സാണ് അത് ഇറക്കുന്നത്. എൻ്റെ പ്രധാന പുസ്തകങ്ങൾ പലതും ഹരിതം ബുക്സാണ്. പി ആർ നായരുടെ നോവലുകൾ എന്നുള്ള സെറ്റ് മുതൽക്ക് പലതും ഹരിതം അടിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള നോവല് 10 അധ്യായമേ ആയിട്ടുള്ളൂ. എത്രയോ കൊല്ലത്തെ പണിയാണ്. ഒരു വിഷയം ഉണ്ടാവണമെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പ്രേമിച്ചു, അതിനൊരു തടസ്സം ഉണ്ടാവണം. ഇതാണല്ലോ ആദ്യകാല കഥകൾ. മുട്ടത്ത് വർക്കി വരിയും കാനം വീതിയും വരെയുള്ള കഥകളൊക്കെ എന്താ? കാളിദാസൻ്റെ ശാകുന്തളം അവിഹിത ഗർഭമാണ് അതിൻ്റെ വിഷയം. പ്രണയം, അവസാനം നായിക ഗർഭിണിയാവുള്ളൂ. അങ്ങനെ എത്രയോ കഥകളുണ്ട്. സകല വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാവുന്ന കഥകളാണ്. കാലം മാറി. ഇനിയിപ്പോൾ ഇതേമാതിരിയുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെ കഥ പറ്റില്ല. കുറച്ച് കഥകൾ മുട്ടത്ത് വർക്കി എഴുതി. പിന്നെ മുട്ടത്ത് വർക്കിയും
ഞാനും കൂട്ടി കോട്ടയത്ത് ഒരു ബുക്ക് സ്റ്റാളിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ച വരിയൊക്കെ ഓർമ്മയുണ്ട്. ഏത് ബുക്ക് സ്റ്റാളാണെന്ന് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ വർക്കിൻ്റെ ഡ്രസ്സ് വരെ എനിക്ക് എൻ്റെ മനോമുകുരത്തിലുണ്ട്. ആ കാലത്ത് നാഥൻ ഇനി നമുക്ക് ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പ്രണയത്തിന് തടസ്സം ഉണ്ടാവണം. എല്ലാ കഥയും പ്രണയത്തിൻ്റെ തടസ്സമാണ്. അങ്ങനെ അനവധി കഥകൾ വന്നു. ഇപ്പം വിനയപൂർവ്വം ചോദിക്കുകയാണ്, പ്രണയത്തിന് ഇപ്പം എന്താ തടസ്സം? ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കൂടി പ്രണയിച്ചു, അതിനിപ്പോൾ തടസ്സമൊന്നുമില്ല. രണ്ടുപേർക്കും ജോലിയൊക്കെ ഉണ്ടോ? ഒരു കുഴപ്പമില്ല. അല്ല, ജാതി അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മാറിയാലും ചോദിക്കണേ ഇല്ല. അപ്പോൾ വിചാരിച്ച പോലെ അനുരാഗ നദിക്ക് വിഘ്നമുണ്ടാക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പം ഈ സബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാക്കും? അത് കഴിഞ്ഞിട്ട് പുതിയ ഫോർമുല വന്നു. 2 പുരുഷന്മാർ ഒരു സ്ത്രീയെ പ്രണയിക്കും. ഒരു നായിക 2 നായകന്മാർ പ്രണയിക്കും. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഒരു 2.25 മണിക്കൂർ നേരം ഇതിലാരാ ഇവളെ കല്യാണം കഴിക്കാമെന്ന് നോയിക്കൊണ്ടിരുന്നുള്ള ആളുകൾ. നല്ലൊരു ഫോർമുലയാണ്. അതിൻ്റെ കൂടെ 2 സ്ത്രീകൾ ഒരു പുരുഷനെ പ്രേമിക്കും. അപ്പം അയാൾ കല്യാണം കഴിക്കുക ഈ 2 സ്ത്രീകളിൽ ആരാണ്? ഈ ഫോർമുല ഇഷ്ടംപോലെ പഴയ കഥകളിലുണ്ട്. അനവധി കഥകളിൽ ഇതുണ്ട്. അവിശുദ്ധ ബന്ധം കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. അത് തുടർന്ന് പിന്നീട് പല വ്യത്യസ്ത പശ്ചാത്തലത്തിൽ കഥകൾ വന്നിറങ്ങി. ഞാൻ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ കഥകൾ എഴുതിയ ആളാണ്. കന്നുകാലി കച്ചവടക്കാരുടെ കഥയാണ് ചാട്ട. വെടിക്കെട്ട് കൊണ്ട് ഉപജീവനം നടത്തുന്നവരുടെ ലൈഫാണ് കരിമരുന്ന്. വാരാണസിയിൽ പോയിട്ട് എഴുതിയ നോവലാണ് എൻ്റെ കാശി. രാമേശ്വരത്ത് പോയിട്ടൊരു നോവൽ എഴുതി, പവിത്രക്കെട്ട്. സൈലൻറ്റ് വാലിയിൽ പോയിട്ടൊരു നോവൽ എഴുതി, പശ്ചിമഘട്ടം. കുടജാദ്രി സാനുക്കളിലൂടെ ഒക്കെ നോവല് ഇങ്ങനെ പശ്ചാത്തലമാകുമ്പോൾ ഇപ്പം പശ്ചാത്തലത്തിന് മാറ്റം വന്നു. ഇപ്പം 4 കെട്ടോ അമ്പലക്കുളമോ തുളസിപ്പൂ ചൂടിയ നായിക അമ്പലക്കുളത്തു നിന്ന് കുളിച്ചു വരണമെന്ന് ഇപ്പോൾ ഒന്നും ചെയ്യില്ല. കാലം മാറി. ചാട്ട പോലെ വ്യത്യസ്തമായ പശ്ചാത്തലമില്ല. ചാട്ടയിൽ തന്നെ കന്നുകാലികളെ ഇപ്പോൾ ലോറിയിൽ കൊണ്ടുവെക്കണം. വാണിയകുളം ചന്തയ്ക്ക് പെരുമ്പലാവിൽ ചന്ത ഇതൊക്കെ ഒരു നാമമാത്രമായിട്ടുള്ളൊരു കാര്യം മാത്രം ആയി. എല്ലാം ഒരു പശ്ചാത്തലമാണ്. ബോംബെ നഗരം പോയപ്പോൾ ബോംബെ പോയപ്പോൾ ഏകദേശം അതേമാതിരി തന്നെ ബാംഗ്ലൂർ. ഇപ്പോൾ കോഴിക്കോട് ചില ചടങ്ങിനൊക്കെ ഇവിടുന്ന് ബാങ്കാവ് വിട്ട് പോകുമ്പോൾ ഇത് ബാംഗ്ലൂരും കോഴിക്കോടും തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം? എൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള പട്ടാമ്പിക്ക് പോയിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി ഇപ്പോൾ ഇതേമാതിരി തന്നെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളും ഉയർന്ന കെട്ടിടങ്ങളൊക്കെ അവിടെയും വന്നു. സമൂഹത്തിലാകെ മാറ്റം വന്നു. ഒരു പുതിയ വിഷയം ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടുന്ന പുതിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സത്യം ആണ്. ആ സത്യം അങ്ങനെ ആകുമ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഭവം എടുക്കുക, അതിനെ ഡെവലപ്പ് ചെയ്യുക. ഒരു കല്യാണം ഉറപ്പിക്കൽ മാത്രം ഒരു സിനിമ, കല്യാണം ഉറപ്പിക്കൽ. ഇപ്പം ഈയിടെ കണ്ട ഒരു സിനിമ കാശിക്ക് പോകുമ്പോൾ ഉണ്ടായ ഒരു അബദ്ധമാണ്. ഒരു കൂട്ടർക്ക് തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി ഇങ്ങോട്ട് പോകുന്നു, ആൾ പ്ലാറ്റ്ഫോമിലായി. ആ വിഷയം മാത്രമാണതിൽ, വേറെ എവിടേക്കും പോയിട്ടില്ല. പാട്ട് വേണ്ട, എൻ്റർടൈൻമെൻറ്റ് വേണ്ട, കോമഡി വേണ്ട. അപ്പോൾ ടൗണിൽ കൂടെ പോകുന്നവർക്ക് ഒരു സിനിമ ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മാളിൽ എവിടെയാണ് സിനിമ ഉള്ളത്? അത് ഇന്ന മാളിൽ ഇപ്പോൾ
ഏത് ടൈമിലും സിനിമ ഉണ്ടാവാം. അപ്പം കയറിയിരിക്കും. ഒരു 10-30 ആൾക്ക് ഇരിക്കാവുന്ന സീറ്റേ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ കാര്യം കണ്ടു, തിയേറ്ററിൽ നിന്ന് പോന്നു, മാറി. ഇതുകൊണ്ട് എത്രയോ കാലം കൂടുമ്പോഴാണ് സബ്ജക്റ്റുകൾ ഉണ്ടാവുക. സബ്ജക്റ്റുകളിൽ സാങ്കേതികത്വം നമുക്കുണ്ടാവാം. 10 ആനയെ കൊണ്ടുവരണോ? 10 ആനയെ കൊണ്ടുവരാം. 100 കാറുകൾ ഒരുമിച്ചൊരു ഘോഷയാത്ര നമുക്ക് ഷൂട്ട് ചെയ്യാം. എന്തിനും വഴിയുണ്ട്. പക്ഷെ പുതിയ ഒരു വിഷയം, അത് വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. രാമായണം, ഭാരതം, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, അതിൽ തന്നെ പലതും വിഷയം തിരിച്ചിട്ടാ വായിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. രാമായണത്തിലെ അതേ സംഭവം തിരിച്ചിട്ടിരിക്കുകയാണ് ഭാഗവതത്തിൽ. വായിക്കുന്നവർക്ക് തോന്നില്ല, പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഈ തിരിച്ചിടുമ്പോൾ സംഭവം ഒന്ന് തന്നെയാണെന്ന്. എഴുതുന്നതിൽ മുഴുവൻ റിപ്പീറ്റേഷൻ വരും. ചെറുകഥകൾ വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് സത്യം ആണ്. ഓണപ്പതിപ്പിൽ കഥ എഴുതിയാൽ ബാക്കി കഥ എഴുതിയ എഴുത്തുകാർ വരെ വേറൊരാളുടെ കഥ വായിക്കുന്നില്ല. ആളുടെ പേര് കാണുമ്പോൾ തന്നെ ഇന്നതാ എഴുതുക, കുറേ വരികളെ ഉണ്ടാവുകയുള്ളൂ. ഒരു കാരണവശാലും ഒരു ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനത്ത് 240 സബ്ജക്റ്റുകൾ ഒരു കൊല്ലത്തിൽ ഉണ്ടാകണമെങ്കിൽ ആഴ്ചയിൽ 20 വിഷയം ഉണ്ടാവണം. ഞാൻ പത്രാധിപരായിരിക്കുമ്പോൾ അവിടേക്ക് ഓരോ കഥയും ഞാൻ ശ്രദ്ധാപൂർവം വായിക്കും. കഥ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ അത്രയും വിഷയം കിട്ടാറില്ല. സബ്ജക്റ്റ് എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. സബ്ജക്റ്റിനൊരു പ്രാധാന്യം ഒട്ടുമില്ല, ഒരു സംഭവം മാത്രം മതി എന്ന രീതിയിലൊരു ചിന്താധാര ഇപ്പോൾ ഉണ്ട്. അത് ശുഭയാത്ര എൻ്റെ ഒരു നീണ്ട കഥയാണ്. അന്ന് കമലുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അന്നേ കമൽ പറഞ്ഞിരുന്നു, ബേസിക്കായിട്ടിപ്പോൾ ഒരു സ്റ്റോറി അങ്ങനെ വേണമെന്ന് ഇല്ല. കാരണം ചെറുകഥ ഒന്നിനെയും ബേസ് ചെയ്യാതെയാണല്ലോ എഴുതുന്നത്. ആണ്. നോവൽ എഴുതുമ്പോൾ എന്തെങ്കിലും ഒന്നിനെ ബേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വെച്ചാൽ തിരക്കഥ ഒന്നിനെയും ബേസ് ചെയ്യണ്ട. ചെറുകഥയോ നോവലിനെ കവിത ഒന്നും ബേസ് ചെയ്യണ്ട. തിരക്കഥ അങ്ങോട്ട് ആദ്യം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ആ മാറ്റങ്ങൾ സിനിമാ രംഗത്ത് വരുന്നുണ്ട്. പലയിലും ഒരു ചെറിയൊരു കാര്യം, തീവണ്ടിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി, ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം അതും പറ്റില്ല, അപ്പോൾ ഓൺലൈനായല്ലോ, ആ വിഷയമില്ല. ഒരു ബസ്സിനകത്ത് നടക്കുന്ന കാര്യം, ഒക്കേത്തിനും മാറ്റം വന്നു. എങ്ങനെ ഇപ്പോൾ ഒരു വിഷയം മാത്രം എടുക്കുക? പ്രണയം, ആ പ്രണയത്തിനെ എങ്ങനെയപ്പോൾ ഡെവലപ്പ് ചെയ്യുക? വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, സംവിധായകൻ എടുത്തിരിക്കണം, ഒരാശയം മനസ്സിലുണ്ടാക്കുന്നു, തിരക്കഥാകൃത്തിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെയോ ആ വിഷയങ്ങൾ ഷിപ്പിൽ പോയി, ഷിപ്പ് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായി, അത് മതി. വിമാനമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കിട്ടിയാൽ മതി. സബ്ജക്റ്റുകൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടമാനം സിനിമ കണ്ട് അവാർഡ് നിശ്ചയിക്കുന്നവരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇത് കണ്ടു തീർക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ സിനിമയും ഒരു തലയ്ക്കുന്ന കാണുന്നത് എങ്ങനെ കാണില്ല. അപ്പോൾ ആദ്യം ഒരു കൂട്ടർ കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ചൊരു തിരഞ്ഞെടുത്ത് മാത്രമേ നിവർത്തിയുള്ളൂ. പുസ്തകങ്ങൾക്ക് അവാർഡ് നിശ്ചയിക്കുമ്പോൾ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് അവാർഡ് നിശ്ചയിക്കുക എന്നുള്ളത് പലപ്പോഴും പ്രാവർത്തികമല്ല. ആ തിരഞ്ഞെടുത്തിട്ട് ഒരു 5 എണ്ണം തരാൻ പറയും. അങ്ങനെയാണ് പതിവ്. കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം ചിന്തയ്ക്ക് വിട്ട് സംസാരം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.